നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ അയ്യമ്പുഴ 9-ാം ബ്ലോക്കിൽ ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സിന്റെ സെപ്റ്റിക് ടാങ്കിൽ കാട്ടാനക്കുട്ടി വീണു. വനപാലകർ എത്തി ആനക്കുട്ടിയെ പുറത്തെടുത്തു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ച് COA ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലകളിലെ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി. കടലിൽ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ കടലിൽ കുടുങ്ങിയ ബോട്ടും 5 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. സൈനുമോൻ എന്ന ബോട്ടാണ് മുനക്കക്കടവ് ഭാഗത്ത് കടലിൽ കുടുങ്ങിയത്. വാർത്തകൾ വിശദമായി. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ അയ്യമ്പുഴ 9-ാം ബ്ലോക്കിൽ ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സിന്റെ സെപ്റ്റിക് ടാങ്കിൽ കാട്ടാനക്കുട്ടി വീണു. വനപാലകർ എത്തി ആനക്കുട്ടിയെ പുറത്തെടുത്തു. ഇന്ന് രാവിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് ആനക്കുട്ടി വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിരീക്ഷിച്ചു വരുന്ന ആനക്കുട്ടിയെ ഡോക്ടർ എത്തി പരിശോധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ വനത്തിലേക്ക് വിട്ടയക്കും. ചെറുകിട കേബിൾ TV, ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ച് COA ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലകളിലെ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി. COA മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ KSCB ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം COA ജില്ലാ സെക്രട്ടറി P. ആന്റണി ഉദ്ഘാടനം ചെയ്തു. അത് നിരക്കിൻ്റെ കാര്യത്തിലായാലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും മറ്റു എല്ലാ സാഹചര്യങ്ങളിലും അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. KSCB പോസ്റ്റ് അനുവദിച്ച കാലഘട്ടത്തിൽ കേബിൾ TV ഓപ്പറേറ്റർമാർക്കുള്ളതിനേക്കാൾ വളരെ തുച്ഛമായ നിരക്കാണ്, 1 രൂപ എന്ന നിരക്കിലൊക്കെ തന്നെയാണ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ഈ KSCB പോസ്റ്റുകൾ അക്കാലം മുതലേ അനുവദിച്ചു പോകുന്നത്. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ, ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ KSCB പോസ്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഈ മേഖലയ്ക്കകത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇനി അധികകാലം ഇതിൽ തുടരരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാർജ് ഒരു 17-18 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ആ നിലയ്ക്കാണ് ഇവിടുത്തെ ചെറുകിട കേബിൾ TVക്കാർക്ക് അത് ഉപയോഗപ്രദമാക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. COA മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CP പ്രദീപ്, ജിജോ ജോസഫ്, മറ്റു ഓപ്പറേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. കടലിൽ കാണാതായ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയി എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും 5 മത്സ്യത്തൊഴിലാളികളെയും അഴീക്കോട് ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി കരയിൽ എത്തിച്ചു. മലപ്പുറം പൊന്നാനി സ്വദേശി സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സൈനുമോൻ എന്ന ബോട്ടാണ് കടലിൽ 6 നോട്ടിക്കൽ മൈൽ അകലെ മുനക്കക്കടവ് ഭാഗത്ത് കടലിൽ കുടുങ്ങിയത്. അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VN ഷൈബു, സീ റെസ്ക്യൂ ഗാർഡുമാരായ BH ഷഫീഖ്, CN പ്രമോദ്, PM ബോട്ട് സ്ട്രാങ് റഷീദ്, ഡ്രൈവർ PK മുഹമ്മദ്, അഷ്റഫ് പഴങ്ങാടൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിന്റെ 79-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ സംവിധായകനും നടനുമായ മേജർ രവി മുഖ്യാതിഥിയായിരുന്നു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ബാബു M. പ്രസാദ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഉണ്ണിക്കണ്ണൻ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നബീസത്ത് ജലീലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥനും ചേർന്ന് കുട്ടികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. അന്നമനട കല്ലൂർ വടക്കേടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. തുടർന്ന് ദീപാരാധനയുണ്ടായി. ക്ഷേത്രം ശാന്തി ബിനീഷ് പൊങ്കാല സമർപ്പണത്തിനുള്ള ദീപം തെളിയിച്ചു നൽകി.
പാറപ്പുറം കൊക്കാമ്പാടത്ത് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് കളം, ദീപാരാധന എന്നിവ നടന്നു. തുടർന്ന് പൊന്നങ്ങേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താലം വരവ്, താലം സ്വീകരണം എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ അയ്യമ്പുഴ 9-ാം ബ്ലോക്കിൽ ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സിന്റെ സെപ്റ്റിക് ടാങ്കിൽ കാട്ടാനക്കുട്ടി വീണു. വനപാലകർ എത്തി ആനക്കുട്ടിയെ പുറത്തെടുത്തു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ച് COA ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലകളിലെ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി. കടലിൽ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ കടലിൽ കുടുങ്ങിയ ബോട്ടും 5 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. സൈനുമോൻ എന്ന ബോട്ടാണ് മുനക്കക്കടവ് ഭാഗത്ത് കടലിൽ കുടുങ്ങിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.